ഹലോ, ഞാൻ ലാലി ജോസഫ്. വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്താ. എസ്താ എന്ന് പറഞ്ഞാൽ യു ആർ, ഷീ ഈസ്, ഹി ഈസ്, ഇറ്റ് ഈസ്. അപ്പം 4 പേർക്കാണ് ഈ എസ്താ ഷെയർ ചെയ്തിരിക്കുന്നത്. 4 ഡിഫറെൻറ്റ് സബ്ജക്റ്റീവ് പ്രോനൗണാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എസ്താ. ലൈക്ക് ഹൗ ആർ യു എന്ന് നമ്മൾ ഫോർമലി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ¿Cómo está usted? How is he? ¿Cómo está él? How is she? ¿Cómo está ella? It is good. Está bien. അപ്പം ഈ 4 പേർക്കാണ് 4 ഡിഫറെൻറ്റ് സബ്ജക്റ്റ് പ്രോനൗണാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഉസ്തയുടെ ഫോർമൽ, ഹി സിംഗുലർ സബ്ജക്റ്റ് പ്രോനൗൺ, ഷീ സിംഗുലർ സബ്ജക്റ്റ് പ്രോനൗൺ, ഇറ്റ് ഓൾസോ സിംഗുലർ സബ്ജക്റ്റ് പ്രോനൗൺ. അപ്പോൾ ഇവർക്ക് 4 പേർക്കും കൂടെ ഷെയർ ചെയ്തിരിക്കുന്ന ഒറ്റ വേർഡാണ് എസ്ത. ഇനി എസ്ത എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എയുടെ മുകളിൽ ഒരു ആക്സന്റ് മാർക്ക് കൊടുക്കണം. എന്നാൽ ഈ അർത്ഥത്തിൽ അത് നിൽക്കുകയുള്ളൂ, ഈ അർത്ഥം വരികയുള്ളൂ അവിടെ. അല്ലാതെ എയുടെ മുകളിൽ ആക്സന്റ് മാർക്ക് ഇല്ലാതെ നിങ്ങൾ എസ്ത എഴുതിയാൽ കംപ്ലീറ്റ്ലി അർത്ഥം മാറിപ്പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എയുടെ മുകളിൽ ഒരു ആക്സന്റ് മാർക്ക് ഉണ്ടായിരിക്കണം. എന്താണ് എസ്ത എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ ഉപയോഗം ഡിഫറെൻറ്റ് സബ്ജക്റ്റ് പ്രോനൗൺ വരുമ്പോൾ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ. സീ യാ. ബൈ.